ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ അടുത്ത പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഓടിക്കാനായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയുള്ള വാഹനത്തിന്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റോഡ് ടെസ്റ്റ് വളരെയധികം സ്ട്രിക്റ്റ് ആണ്. കൃത്യമായിട്ട് വണ്ടി നമ്മൾ ഓടിച്ചില്ലെങ്കിൽ ചെറിയ മിസ്റ്റേക്കുകൾ മതി നമ്മൾ റോഡ് ടെസ്റ്റ് ഫെയിൽ ആയി പോകാൻ. അത്തരത്തിൽ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് പേര് ഫെയിൽ ആയി പോകുന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പ് പാസ്സാകാനായിട്ട് പല ആൾക്കാർക്കും കഴിയുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കാറിന്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. ഒരുപാട് പേർക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് എപ്പോൾ എവിടെയാണ് അടുത്ത ഓരോ ഗിയറുകളും ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല. എപ്പോൾ എവിടെ ക്ലച്ച് ചവിട്ടണം, എപ്പോൾ എങ്ങനെ ബ്രേക്കിലേക്ക് വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പല ആൾക്കാരും കൺഫ്യൂഷനോട് കൂടിയായിരിക്കും റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഡ്രൈവിംഗിലെ അബദ്ധങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ ഹാൻഡ് സിഗ്നലുകളെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല, കാരണം ഞാൻ ഹാൻഡ് സിഗ്നലുകളെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഡ്രൈവ് ചെയ്ത് തന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, ഒപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഹാൻഡ് സിഗ്നലും കൂടെ ഇട്ട് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് പ്രോപ്പർ ഐഡിയ കിട്ടും. ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാനായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങൾ മാത്രമാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വാഹനത്തിൽ കയറുക, കറക്റ്റായിട്ട് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന അബദ്ധങ്ങളാണ്. നിങ്ങൾ ഒരു കാരണവശാലും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാതെ സീറ്റ് ബെൽറ്റ് ഇടരുത്. കറക്റ്റായിട്ട് നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പായിരിക്കണം സീറ്റ് ബെൽറ്റ് ഇടേണ്ടത്. ചിലർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് പോകും, നിങ്ങൾക്ക് ഒരു വിറയലുണ്ടാകും, നിങ്ങൾ എന്താ കാണിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം വരും. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം കയറി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ കറക്റ്റായിട്ട് ഇരുന്നു, സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഇത്രയും കറക്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടരുത്. പലരും ആദ്യം കയറി ക്ലച്ച് ചവിട്ടും. അത് വലിയൊരു അബദ്ധമാണ്. അത് എന്തുകൊണ്ടാണ് ക്ലച്ച് ചവിട്ടരുതെന്ന് പറയുന്നത്, നമ്മുടെ വണ്ടി ഇൻ കേസ് ഒരു ഇറക്കത്താണ് കിടക്കുന്നത്. ഒരാൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത ആൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് കയറി ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ടില്ല എന്ന് കരുതുക, ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്. വണ്ടി ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ മുന്നോട്ട് ഉരുണ്ടുപോകും. പിന്നെ നിങ്ങൾ രണ്ടാമതെടുത്ത് ബ്രേക്ക് ചവിട്ടേണ്ടി വരും. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, എപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ആദ്യം കയറി ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ്. രണ്ടാമതായിരിക്കണം ക്ലച്ച് ചവിട്ടേണ്ടത്. അടുത്ത സ്റ്റെപ്പ് വണ്ടിയുടെ താക്കോല് ജസ്റ്റ് ഓൺ ചെയ്യുക. ഓൺ ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, വാഹനം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു. വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് പലർക്കും തെറ്റി തേർഡ് ഗിയർ വിടും. കാരണം ഈ ഫസ്റ്റിനോട് ചേർന്നാണ് തേർഡ് കിടക്കുന്നത്. അപ്പോൾ തേർഡ് ഇട്ടിട്ട് വണ്ടി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കുക. എന്നിട്ട് ഫസ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ന്യൂട്രൽ ആക്കിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൈ ഇങ്ങനെ ചേർക്കുക. എന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റ് ചേർത്ത് വീടും. ഫസ്റ്റ് ഗിയർ തെറ്റാതെ ഇടാൻ കഴിയും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കണം. ഇതേ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓർക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് വാഹനത്തിന്റെ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് തിരിയാനായിട്ടുള്ള റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇടുക. ഇതിപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് സിഗ്നൽ കാണിക്കുക എന്നുള്ളതാണ്. ഇതാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ. അതായത് നമ്മുടെ കൈ ഷോൾഡർ ലെവലിൽ വെച്ചിട്ട് കൈയുടെ വെള്ള റോഡിന് മുൻവശത്തേക്ക് വരുന്ന രീതിയിൽ ഒരു 3 സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യുക, കൈ അകത്തേക്ക് ഇടുക. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, പലർക്കും വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകും. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് എടുക്കണം. നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം വാഹനം എടുക്കുക എന്നുള്ളതല്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിക്കേണ്ട കാര്യമാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചു തരുന്നത്. അതായത് ക്ലച്ച് നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ കാലിങ്ങനെ അയച്ചു വരിക. അയച്ചു വരുന്ന സമയത്ത് വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന പോയിന്റിനെ തൊട്ടു പുറകിലത്തെ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം. ഇപ്പം ഞാനത് മൂവ് ആകാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു പുറകിലത്തെ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് ഒന്ന് ക്ലച്ച് അയച്ച് ബാലൻസ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കേ, ഇതേ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് ഞാൻ ക്ലച്ച് അയച്ച് ബാലൻസ് ചെയ്ത് ആ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ പൊടിക്ക് ക്ലച്ച് എന്ന് റിലീസ് ചെയ്താൽ വണ്ടി മൂവ് ആകും. പക്ഷെങ്കിൽ ആ മൂവ് ആകാൻ തുടങ്ങുന്നതിന് തൊട്ടു പുറകിലെ പോയിന്റാണ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നത്.
ഈ പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. മുന്നോട്ട് ആക്സിലറേഷൻ ശകലം കൊടുത്തോണ്ട് ഇതേ വാഹനം നമ്മളിതേ നേരെ മുന്നിലേക്ക് എടുക്കുന്നു, ക്ലച്ച് അയച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടിയെ നിർത്തണം. ഇത് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ ഒരു 2-3 തവണ അല്ലെങ്കിൽ ഒരു 3-4 തവണ നിങ്ങൾ ഇത് അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകത്തില്ല. ഞാൻ പറഞ്ഞൊരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടോ? ഇത് പ്രാക്ടീസ് എടുക്കുക. ഇനി ഒരു ഇറക്കത്താണ് വണ്ടി എടുക്കുന്നതെങ്കിലോ, ഇറക്കത്താണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. റോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബ്രേക്ക് അയച്ചാൽ തന്നെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ പതിയെ അനങ്ങി തുടങ്ങും. ഈ സമയത്ത് തന്നെ പതുക്കെ ക്ലച്ചിൽ റിലീസ് ചെയ്താൽ വണ്ടി ഇതുകൊണ്ട് അനങ്ങി തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യാം, പതിയെ നമുക്ക് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് റോഡിലേക്ക് നമുക്ക് കയറാം. ഇനി കയറിയാൽ ഉടൻ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, എപ്പോൾ എവിടെയാണ് അടുത്ത ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കൊടുത്തൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നിരപ്പായിട്ടുള്ള പ്രതലവും അല്ലെങ്കിൽ ചെറിയ കയറ്റമൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഉടനെ സെക്കൻഡ് കൊടുക്കാനായിട്ട് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണെങ്കിൽ ലൈറ്റ് ആയിട്ട് ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതുണ്ട് വണ്ടിക്ക് ഒരു മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇടാം. ഇനി നമുക്ക് മുന്നമേ കാണുന്ന ഒരു ചെറിയ കയറ്റമാണ്, ഒത്തിരി വലിയ കയറ്റമൊന്നുമല്ല, ചെറിയൊരു കയറ്റമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇത്തിരി കൂടെ ആക്സിലറേഷൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വാഹനം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഇപ്പം ഞാൻ ഓൾറെഡി സെക്കൻഡ് ഗിയറിലാണ് വരുന്നത്. എന്നിട്ടിപ്പോൾ മുന്നിൽ ഒരു വാഹനം പോകുന്നുണ്ട്, ഒരു നിശ്ചിത ഗ്യാപ്പ് നമ്മൾ ഇട്ടേക്ക്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുകൊണ്ട് നിശ്ചിത ഗ്യാപ്പ് ഇടുക. എന്നിട്ട് ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തേക്കണം. മുന്നിൽ ഒരു വാഹനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ട് മാത്രം ഡ്രൈവ് ചെയ്യുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, എൻ്റെ ഇടത്തേക്കാല് ക്ലച്ചിലും ഉണ്ട്, പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ ഇതുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുക, ഉടൻ തന്നെ ലാഗ് ഇല്ലാതെ ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ഇത് നിർബന്ധമായിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഉടനടി വരാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ തേർഡ് എപ്പോഴാണ് ഡ്രൈവിങ്ങിൽ കൊടുക്കുന്നത്? ഇത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. നിങ്ങൾ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ തേർഡ് ഗിയർ കൊടുക്കുന്നതെന്ന് പറയുന്നത് അത്യാവശ്യം നമുക്ക് നിരപ്പായിട്ടുള്ള ഒരു പ്രതലവും ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് തേർഡ് കൊടുക്കുക. അത്യാവശ്യം നിരപ്പായിട്ടുള്ള ഒരു പ്രതലം വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തേർഡ് കൊടുത്തു. ചെറിയ വളവൊക്കെ കാണുമെങ്കിലും ചെറിയ ഒരു നിരപ്പായിട്ടുള്ള പ്രതലമാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തേർഡ് കൊടുക്കുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ വരികയാണ്. അപ്പോൾ തേർഡ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റ് നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം. അല്ലാതെ ഒരു കാരണവശാലും ചുമ്മാ ക്ലച്ച് പിടിച്ചിടരുത്. ചിലപ്പോൾ തേർഡ് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാം. തേർഡ് ഗിയറിന് പോകാൻ പറ്റിയ ഒരു സ്പീഡിലേക്ക് വണ്ടി ആക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 20 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തിരി കൂടെ സ്പീഡാക്കുന്നു. ഈ സമയത്ത് തന്നെ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് ഞാൻ വെച്ചു. എന്നിട്ട് ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് തേർഡ് ഗിയർ കൊടുക്കാനായിട്ട് കഴിയും. അപ്പം ഇപ്പോൾ 3ാമത്തെ ഗിയറിലാണ് നമ്മുടെ വാഹനം വരുന്നത്. അങ്ങനെ തേർഡ് ഗിയറിൽ ഡ്രൈവ് ചെയ്ത് വരിക. ഇനി നിങ്ങൾ 4th ഗിയർ എവിടെയാണ് കൊടുക്കേണ്ടത്? 4th ഗിയർ കൊടുക്കേണ്ടത് എപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ, നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രം നിങ്ങൾ 4th ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ ചുമ്മാ ചെറിയ വളവിലും അല്ലെങ്കിൽ ചെറിയ കയറ്റത്തൊക്കെ കൊണ്ട് നമ്മൾ 4th ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വണ്ടി ഓഫ് ആയി പോകും. ഇപ്പം ഞാൻ തേർഡ് ഗിയർ വരികയാണ്, ഇവിടെ നമുക്ക് 4th കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കയറി വരുന്നു, ഇവിടെ ഒരു ജംഗ്ഷൻ കണ്ടു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറച്ച് അഡ്വാൻസ് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഇതുകൊണ്ട് ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ കയറ്റം കയറി. കണ്ടോ, അവിടെ നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഒരു ജംഗ്ഷനിൽ ഓൾറെഡി വന്നാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഗിയർ മാറ്റുന്ന സമയത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു. ഇതുണ്ടോ, എന്നിട്ട് ചെറിയ കയറ്റമായതുകൊണ്ടാണ് മൂവ് ആക്കിയിട്ട് ഞാൻ സെക്കൻഡ് കൊടുത്തത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ ഒരു പോയിന്റ്. എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതേ ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി വീണ്ടും നല്ല ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ 4th ഇടുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടോ, മുന്നിലായിട്ട് ഒരു ചെറിയ കയറ്റവും വളവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് തേർഡ് ഗിയറിൽ വളരെ സാവധാനം ശ്രദ്ധിച്ച് 2 കൈയും സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ ആവശ്യാനുസരണമുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വരുന്നു. എന്നിട്ട് റോഡ് സ്ട്രെയിറ്റ് ആനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇതുകൊണ്ട് റോഡ് ഇവിടെ സ്ട്രെയിറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്തു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിലൊന്ന് വെച്ചു. വണ്ടി മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ അയച്ച സമയത്ത് ക്ലച്ച് ചവിട്ടി നേരെ താഴെ 4th ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. 2 കാല് ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്യുന്നു. കണ്ടോ, ഇപ്പം 4ാമത്തെ ഗിയർ വരികയാണ്. ഇനി എപ്പോഴെവിടെയാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്? ഒരുപാട് പേർക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തുള്ളൊരു സംശയമാണ്. 4th വരുന്ന സമയത്ത് മുന്നിലേക്ക് ഒരു തടസ്സം കണ്ടു, ഒരു വളവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത്
ചെയ്യണം, ഫോർത്തിൽ വളവ് എടുക്കരുത്. ബ്രേക്കേ കാല് വന്ന് വളവിന് മുന്നമേ തേട് കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്തിടണം. എന്നിട്ട് വേണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ. നിങ്ങൾ വളവ് തിരിയുന്നതിനോടൊപ്പം തന്നെ ഗിയർ ഡൗൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില അബദ്ധമുണ്ട്. ഒന്ന്, സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യത, ഒപ്പം തന്നെ നിങ്ങളുടെ വണ്ടി റോഡിന്റെ നടുക്ക് പോകാനായിട്ടുള്ള സാധ്യത. അപ്പോൾ വളവ് തിരിയുന്നതിന് മുന്നേ അഡ്വാൻസ് തേട് കൊടുക്കുക. പിന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വളവ് നമ്മൾ ടേൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം തേർഡ് ഗിയറിൽ വരികയാണ്. ഇപ്പം അതിനൊരു ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇപ്പോൾ ഇറക്കം കൂടിയ ഒരു വളവ് ഞാൻ ഇങ്ങനെ വരുന്നു, എന്നിട്ട് മുന്നിലേക്ക് ചെറിയ കയറ്റമാണ്. അപ്പോൾ ഈ വളവ് ഇവിടെ തിരിയുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഇതുകൊണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇതുകൊണ്ടോ ഈ വളവ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോളും തെറ്റത്തില്ല, ഗിയറും തെറ്റത്തില്ല. നമുക്ക് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ ഇടാനായിട്ട് കഴിയും. ഒരുപാട് പേർക്ക് ഈ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ സെക്കൻഡിൽ ഇങ്ങനെ വരുന്നു. വീണ്ടും നമ്മൾ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചെറിയ വളവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതേ നിരപ്പായിട്ടുള്ള പ്രതലവും ചെറിയ വളവും വന്നു. ഒരു തേടിലേക്ക് ഇടുന്നു. നമ്മുടെ കാല് ഇതുകൊണ്ട് ബ്രേക്കിലേക്ക് വന്ന് ഇതുകൊണ്ടോ വളരെ സുഖകരമായിട്ട് ഒരു ഇറക്കം കൂടിയ ഒരു ഏരിയ ആണ്. അതെ, ജസ്റ്റ് ഇങ്ങനെ വരുന്നു. എന്നിട്ട് വീണ്ടും ബ്രേക്ക് എന്ന കാല് അയക്കുന്നു. ഇനി ആക്സിലറേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടോ ഇതുപോലെ ആക്സിലറേഷൻ കൊടുക്കാം. ഇനി സാറുമാർ വാഹനം നിർത്താനായിട്ട് പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായിട്ടും നമുക്ക് നിർത്താൻ പറ്റിയ ഒരു സ്പേസ് ആണെന്ന് നോക്കുക. ഒരു കാരണവശാലും ഒരു വളവിലൊന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ളതാണ്. അതായത് ഒരു പ്ലേസ് കണ്ടെത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ഇത് നിങ്ങൾ നോക്കുക, ഞാനത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു. അതിനുശേഷം ബ്രേക്കേ വന്ന്, ഇപ്പോൾ ഇറക്കം കൂടിയ റോഡാണ്, ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടി ഞാൻ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് എൻ്റെ വാഹനം ഞാനിവിടെ സൈഡിലേക്ക് ഒതുക്കുകയാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ വാഹനം ഒതുക്കേണ്ടത്. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇവിടെ വീഡിയോയുടെ അവസാനമായപ്പോഴത്തേനും നമുക്ക് ആ ക്ലച്ച് ബ്രേക്ക് പെഡലിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ആ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാൻ കഴിയുന്നില്ല. കാരണം ഇച്ചിരി നൈറ്റാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഭാഗം കിട്ടാതെ വന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ശ്രദ്ധിക്കാം. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വണ്ടി ഒതുക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് സിഗ്നലുകൾ നിർബന്ധമായിട്ടും കാണിക്കണം. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന്, നമുക്ക് സ്ലോ ഡൗൺ സിഗ്നലാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന ആ ഒരു 2 സിഗ്നലുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുള്ള വീഡിയോയുടെ ഈ അവസാനം ഞാൻ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കയറി കണ്ടാൽ മതി.